നമസ്കാരം. ജഗത്യേവം അനൗഷധം എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഈ ജഗത്തിൽ ഔഷധമല്ലാത്തതായി ഒന്നുമില്ല. അഥവാ എല്ലാ വസ്തുക്കളും ഈ ജഗത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും ഔഷധ ഗുണമുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ കഴിക്കുന്ന ആഹാരവും ഔഷധ ഗുണമുള്ളതാണ് എന്ന് ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആഹാരവും ഔഷധം തന്നെയാണ്. അവിടെയാണ് കർക്കിടക കഞ്ഞിയുടെയും ഔഷധക്കഞ്ഞി കൂട്ടിൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്തരത്തിലൊന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞി ചൂർണ്ണമാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഔഷധ ചൂർണ്ണം. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുൻപായി ഇതെന്തുകൊണ്ട് നമുക്ക് ആപ്റ്റാണ്, എന്തുകൊണ്ട് നമുക്കിത് ഉപയോഗപ്രദമാകുന്നു എന്ന് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഇതിൽ ഔഷധ ചൂർണ്ണം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസസ് തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ എന്ത് ധാന്യമാണോ, ഫോർ എക്സാമ്പിൾ സൂചി, ഗോതമ്പ്, തിന, ബാർലി, ചാമ, റാഗി, മുത്താറി തുടങ്ങിയ ധാന്യങ്ങളാണ് ഡെയിലി ലൈഫ് സ്റ്റൈലിൽ അരിക്ക് പകരം അവർ ഉപയോഗിക്കുന്നത്. എല്ലാവരും എന്നല്ല, ചിലരൊക്കെ എങ്കിലും. അതാണ് നല്ലതും. ഇതൊക്കെയും ഈ ഒരു ഡിസീസിനെ, അതായത് കൊളസ്ട്രോൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറവുള്ള ധാന്യങ്ങളാണ്. അതാണ് കൂടുതലായും ഇങ്ങനെയുള്ള പേഷ്യൻസൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ധാന്യങ്ങളുടെ കൂടെ നമ്മൾ എന്ത് ധാന്യമാണോ കഴിക്കാൻ എടുക്കുന്നത് ആ ധാന്യങ്ങളുടെ കൂടെ 10 ഗ്രാം ചേർത്ത്, 10 ഗ്രാം ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഔഷധ ചൂർണ്ണം ചേർത്ത് വേവിച്ച് കുറുക്കി തേങ്ങാപ്പാൽ മുതലായവ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മറ്റ് കമ്പനികളുടെ ഔഷധ കിറ്റ് അല്ലെങ്കിൽ കർക്കിടക കിറ്റ് വാങ്ങുമ്പോൾ, അതായത് ടോട്ടൽ കിറ്റായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ അതിലുള്ള ഞവരധാന്യം അവരെ സംബന്ധിച്ച്, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവരെ സംബന്ധിച്ച് വേസ്റ്റായിത്തീരും. കാരണം ഞവരധാന്യവും ഇത്തരത്തിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നല്ലതല്ല. അതിലും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഔഷധക്കഞ്ഞി ചൂർണ്ണം വാങ്ങിയാൽ നമുക്ക് അത് ആവശ്യാനുസരണം നമ്മൾ ഏത് ധാന്യമാണോ എടുക്കുന്നത് ആ ധാന്യം ഒരു 100 ഗ്രാം എടുത്ത് അതിലേക്ക് 10 ഗ്രാം ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ മറ്റ് നമ്മൾ കർക്കിടക കിറ്റ്, അതായത് കിറ്റായിട്ടുള്ളത് വാങ്ങുകയാണെങ്കിൽ അതിലുള്ള ധാന്യങ്ങളെ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ധാന്യമാണോ എടുക്കുന്നത് ആ ധാന്യം എടുത്ത് ഇവർ പറഞ്ഞ രീതിയിൽ അതിലുള്ള ചൂർണ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിക്കേണ്ടതാകുന്നു. അപ്പോൾ വിലയിലുമൊക്കെ വ്യത്യാസം വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫേവറായിട്ടുള്ളത്, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഈ ഔഷധക്കഞ്ഞി ചൂർണ്ണം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി വരുന്നത് 3 വർഷത്തോളമാണ്. അതുകൊണ്ട് തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്താൽ അഥവാ മിച്ചമിരുന്നാൽ വരുന്ന 3 കർക്കിടകത്തിലേക്കും കൂടി ഇത് ഉപയോഗപ്രദമായിട്ട് ആണ് കണ്ടുവരുന്നത്. അതായത് നമ്മൾ എബ്രോഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ മിഥുനത്തിൽ അല്ലെ ചിങ്ങത്തിലൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അവർ ഇത് വാങ്ങിക്കൊണ്ട് പോയാൽ അടുത്ത കർക്കിടകത്തിലേക്കും അതിനടുത്ത കർക്കിടകത്തിലേക്കും വരുന്ന കർക്കിടകത്തിലേക്ക്, അതായത് 3 വർഷത്തേക്ക് നമുക്കിതിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് 3 വർഷത്തേക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കർക്കിടക കിറ്റുകളിലുള്ള ധാന്യങ്ങൾ കാലപ്പഴക്കം ചെല്ലും തോറും കുത്തൽ വീണു പോകാനുള്ള സാധ്യത, അതായത് പൊടിഞ്ഞു പോവുകയും കുത്തൽ വീഴുകയൊക്കെ ഉള്ളതിനാൽ 1 വർഷത്തിൽ കൂടുതൽ വെച്ച് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതിന് മാക്സിമം 1 വർഷം വരെയൊക്കെ ആവാം ഗ്യാരണ്ടി ഉള്ളത്. പിന്നീട് മൂന്നാമത്തെ കാര്യം, വിലയിലുള്ള വ്യത്യാസം. അതുതന്നെയാണ് പ്രധാനം. 140 രൂപയാണ് 100 ഗ്രാം പൗഡറിൻ്റെ പ്രസൻറ്റേഷൻ ഉള്ളത്. നമ്മൾ മലയാളികൾ ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും നെല്ല് കുത്തി അരി കൊണ്ട് ചോറുണ്ണുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അരി നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും എന്നതിന് സംശയമില്ല. പിന്നെ ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി കുടിക്കണം, ആരോഗ്യം വർദ്ധിപ്പിക്കണം, പ്രതിരോധശേഷി കൂട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ 140 രൂപ കൂടി മുടക്കിയാൽ മതിയാകും. വീട്ടിൽ ഓൾറെഡി അരിയോ ധാന്യങ്ങളോ ഉണ്ടാവുമല്ലോ. അപ്പം അതിലേക്ക് ഈ 140 രൂപ കൂടി മാത്രമേ നമുക്ക് മുടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിലയുടെ കാര്യത്തിലും അതുപോലെ എക്സ്പയറിയുടെ കാര്യത്തിലും നമുക്ക് ഉപയോഗപ്രദമാകുന്ന ആ ഒരു രീതിയിലും എന്തുകൊണ്ടും ഔഷധക്കഞ്ഞി ചൂർണ്ണം തന്നെയാണ് മുന്നിലായിട്ടുള്ളത്. ഇനി നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദശമൂലങ്ങളായ 10 മരുന്നുകൾ, ത്രികടുക്കളായ 3 മരുന്നുകൾ, വെളുത്ത ജീരകം, ഉലുവ, ശതകുപ്പ തുടങ്ങി ടോട്ടൽ 16 മരുന്നുകളുടെ ചേരുവയാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഔഷധക്കഞ്ഞി ചൂർണ്ണത്തിൽ ഉള്ളത്. അതിന് ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട്.
കൂവളം, കുമിഴ്, പാതിരി, പയ്യാനി, മുഞ്ഞ, ചെറുവഴുതന, വെൺവഴുതന, ഓരില, മൂവില, ഞെരിഞ്ഞിൽ തുടങ്ങിയ ദശമൂലം എന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നീര്, ചുമ, ശ്വാസകോശജന്യ രോഗങ്ങൾ, വാതസംബന്ധമായ വേദനകൾ, ശരീരക്ഷീണം, പനി, ഛർദി, വാതരക്തം തുടങ്ങിയവ കുറയ്ക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു. ഇതിലുള്ള ഞെരിഞ്ഞിൽ മൂത്രത്തെ വർദ്ധിപ്പിക്കുകയും നീരിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ചെറുവഴുതന, വെൺവഴുതന എന്നിവ മൂത്രത്തെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഹൃദയ സംബന്ധമായ വേദനകൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും എന്നിവ കുറയ്ക്കുവാൻ ഓരില, പൂപ്പാതിരി എന്നിവയും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞത് ദശമൂലത്തിൻ്റെ മാത്രം കാര്യമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ് ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങിയ ത്രികടുക്കളും ജീരകം, ഉലുവ എന്നീ മരുന്നുകളും ദഹനശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ഉലുവ ശരീരബലം വർദ്ധിപ്പിക്കുകയും ഗർഭാശയത്തിന് ശുദ്ധി വരുത്തുകയും ഉദരരോഗം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാലോ, ഈ പ്രസവശേഷമൊക്കെ ഉലുവയൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. എന്തിനാ? ഗർഭശേഷം അല്ലെ പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് പോയി ഗർഭാശയത്തെ ശുദ്ധി വരുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ശതകുപ്പ നീരിനും വാതസംബന്ധമായ വേദനകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ മഴക്കാലജന്യമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ ഔഷധ കഞ്ഞിച്ചൂർണം വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. 100 ഗ്രാം ധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സാധാരണ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്തവർക്കും അരിയോ ഞവരരിയോ നോർമൽ നെല്ല് കുത്തിയ അരിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. മറ്റുള്ളവരെ സംബന്ധിച്ച് തിനയോ ബാർലിയോ മുത്താറിയോ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ധാന്യം എടുക്കുന്നു ആ ധാന്യം ഒരു 100 ഗ്രാം എടുക്കുക. അതിലേക്ക് വെള്ളം അല്ലെങ്കിൽ പാൽക്കഞ്ഞിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് സാധാ കഞ്ഞിയാണെങ്കിൽ വെക്കാം. പിന്നെ അതിലേക്ക് 10 ഗ്രാം അതായത് 2 ടീസ്പൂൺ പൊടിയും നമ്മുടെ ഔഷധക്കഞ്ഞി ചൂർണവും ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക. അതായത് 100 ഗ്രാം ധാന്യം, വെള്ളം ഓർ പാൽ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് 10 ഗ്രാം അതായത് 2 ടീസ്പൂൺ ഔഷധക്കഞ്ഞി ചൂർണം ചേർത്ത് നന്നായി തിളപ്പിച്ച് വേവിച്ച് കുറുക്കി ദിവസം 1-2 തവണ കുടിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബെറ്റർ ടേസ്റ്റിന് വേണ്ടി തേങ്ങാപ്പാലോ നെയ്യിൽ മൂപ്പിച്ച ഉള്ളിയോ ശർക്കരയോ നെയ്യോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല ഞാൻ ഈ കഞ്ഞി പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഈ ബ്ലഡ് റുട്ടീനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ESR, CRP, ബ്ലഡ് കൗണ്ടൊക്കെ കൂടിയ കണ്ടീഷൻ ഇതുകളിലൊക്കെ നമ്മൾ ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോൾ വളരെയധികം പഥ്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ഔഷധക്കഞ്ഞി ചൂർണം ഇട്ട് കഞ്ഞി വെച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ പഥ്യങ്ങൾ നോക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണം മാറുന്നതിനോടൊപ്പം ശരീരബലം വർദ്ധിക്കുകയും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് ഫാസ്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ കാലവും രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാനും ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുവാനും ഔഷധ കഞ്ഞിച്ചൂർണം വളരെ നല്ലതാണ്. താങ്ക് യു.